ഹലോ, ഇൻസ്റ്റഗ്രാമിലൊക്കെ നിറയെ ഇതുപോലെ ഔട്ട്ലൈൻ ചെയ്തിട്ടുള്ള സ്റ്റോറീസ് കണ്ടിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ ഇത് നമുക്ക് എങ്ങനെ സിമ്പിളായിട്ട് ചെയ്യാമെന്ന് നോക്കാം കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ ഗാലറി ഓപ്പൺ ചെയ്ത് എൻ്റെ ഫേവറേറ്റ് ഫോട്ടോയിലൊന്നായ സച്ചുമോൻ്റെ കൊടയൊക്കെ പിടിച്ച് നിൽക്കുന്ന ഒരു ഫോട്ടോ ചൂസ് ചെയ്തിട്ടുണ്ട്. അതിൽ ഞാൻ എഡിറ്റ് കൊടുക്കുന്നുണ്ട്. എഡിറ്റ് കൊടുത്തിട്ട് ഡ്രോ എന്ന് പറഞ്ഞ ഓപ്ഷനാണ് കൊടുക്കുന്നത്. എന്നിട്ട് ഞാൻ പെൻസിലിൻ്റെ ഒരു സൈസൊക്കെ ചൂസ് ചെയ്യുന്നുണ്ട്. ലൈക്ക് 11 ആണ് ഞാൻ ചൂസ് ചെയ്ത സൈസ്. അതേപോലെ വൈറ്റ് കളർ ഔട്ട്ലൈനാണ് ഞാൻ കൊടുക്കുന്നത്. നിങ്ങൾ കുറച്ച് ആർട്ടിസ്റ്റിക് കഴിവുകളൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് വരയ്ക്കുക ഔട്ട്ലൈനൊക്കെ ആയിട്ട്. ഞാനിപ്പോൾ സിമ്പിളായിട്ട് അതിന് ചുറ്റും ഒരു ഔട്ട്ലൈൻ വരച്ച് കൊടുക്കുകയാണ്. അപ്പം ഞാൻ യൂസ് ചെയ്യുന്നത് S23 Ultra ഫോണിൽ S Pen യൂസ് ചെയ്തിട്ടാണ് ഞാൻ ഔട്ട്ലൈൻ ചെയ്യുന്നത്. ഔട്ട്ലൈൻ ചെയ്തതിന് ശേഷം ഞാനിത് സേവ് കോപ്പി കൊടുക്കുന്നുണ്ട്. ശേഷം ഇൻസ്റ്റാഗ്രാമിൽ പോയി സ്റ്റോറി എടുക്കുന്നുണ്ട്. സ്റ്റോറി എടുത്ത് ഇത് ചൂസ് ചെയ്തിട്ട് ഈ ഫോട്ടോ ചൂസ് ചെയ്തിട്ട് ഞാൻ സ്റ്റിക്കർ ടാബിൽ പോയി വൈറ്റ് ഹാർട്ട് എന്ന് കൊടുക്കുന്നുണ്ട്. അവിടുന്ന് എനിക്ക് ഇഷ്ടപ്പെട്ട 1-2 വൈറ്റ് ഹാർട്ടിൻ്റെ സ്റ്റിക്കേഴ്സ് ചൂസ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം വൈറ്റ് സ്റ്റാർ എന്ന് കൊടുക്കുന്നുണ്ട്. അതും 2-3 ചൂസ് ചെയ്ത് അവിടെ ഇവിടെയൊക്കെ പ്ലേസ് ചെയ്യുന്നുണ്ട്. ശേഷം വൈറ്റ് ഡൂഡിൽസ് എന്ന് കൊടുക്കുന്നുണ്ട്. ഡൂഡിൽസിൻ്റെ സ്റ്റിക്കേഴ്സ് ഇഷ്ടമുള്ളവർ വേണമെങ്കിൽ അത് ചൂസ് ചെയ്യാം. അതിനുശേഷം വൈറ്റ് സ്വേൾസ് എടുക്കുന്നുണ്ട്. അവിടുന്ന് ഞാനൊരു സണ്ണിൻ്റെ സ്റ്റിക്കർ എടുത്ത് അതും പ്ലേസ് ചെയ്യുന്നുണ്ട്. വൈറ്റ് വേർഡ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ കുറേ സ്റ്റിക്കേഴ്സ് വേറെ വേർഡിങ്സ് ഒക്കെ വരും. സൺഡേ സാറ്റർഡേ എന്നൊക്കെ കൊടുത്തിട്ട് കുറേ വേർഡിങ്സ് വരുന്നുണ്ട്. അതിനുശേഷം വൈറ്റ് വൈബ്സ് കൊടുത്ത് നോക്കി. അപ്പോൾ അതിനകത്തൊന്ന് സമ്മർ വൈബ്സ് എന്ന് പറഞ്ഞ ഒരു വേർഡ് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ട് ഞാൻ അത് ചൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി നമുക്കിത് സ്റ്റോറി ആക്കാം. നിങ്ങൾക്ക് ഇതിൻ്റെ ഔട്ട്കം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം. അതേപോലെ നിങ്ങളും ട്രൈ ചെയ്ത് നോക്കണേ.